ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. 59,904 കിലോമീറ്ററാണ് മീറ്ററിൽ റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാറ്റണം, അതേപോലെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്, സ്പീഡോമീറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഓഡോമീറ്റർ വർക്കിംഗ് അല്ല, അതായത് സ്പീഡല്ല, കിലോമീറ്റർ ദൂരം കാണിക്കുന്നില്ല. അപ്പോൾ അത് മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻറ്റ്, അപ്പോൾ അത് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് നിലവിൽ ജോബ് കാർഡിൽ പറഞ്ഞാണ് അവർക്ക്. നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്ക് ആ ലൈനർ ഒരഞ്ഞിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഹബിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്. വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ലാഗ് വരുന്നുണ്ട്, ചെറിയൊരു വലിച്ചിൽ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ബാക്കിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ കേസ് ചെക്ക് ചെയ്തു, നല്ലൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയർ ഫുള്ള് തീർന്ന് നിൽക്കണമാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളാം. അതായത് സൈഡിലത്തെ ഇത് ലൈൻ നോക്കണ്ട, സെൻറ്റർ ഭാഗം നല്ല രീതിയിൽ ആയിട്ടുണ്ട്, ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്ന കേസ് ഒന്ന് പരിഗണിച്ചേക്കാം. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാൻ. അപ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്ക് പോലൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. നിലവിൽ നമുക്ക് ആ ചെയിൻ കൊടുക്കുന്ന ഓയിലിൻ്റെ ഒരു മയാണ് ഈ വന്നെ. അതുകൊണ്ട് ഈ സൈഡിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. ചെയിൻ കൊടുക്കുന്ന ഓയിലിൻ്റെ അംശമാണ് ആ പൊടി പിടിച്ച ആ ഒരു സ്റ്റേജിലേക്ക് വന്നെ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഓൾറെഡി കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 13.15 അതിൻ്റെ റേഞ്ച് കാണിക്കുക. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.55 വരെ വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി ചില കേസിൽ ചില വണ്ടിക്ക് തന്നെയും കംപ്ലയിൻറ്റ്, അതായത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ ആ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 8.5 വോൾട്ട് 8.55 എന്ന് പറയുമ്പോൾ അതിനോട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റാണ്. അപ്പോൾ അത് പ്രോബ്ലം ഇല്ല, മാക്സിമം ഉപയോഗിക്കുക. സെൽഫിൻ്റെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ എൻജിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ നിലവിൽ. അപ്പോൾ അതിൻ്റെ ഈ റോട്ടർ ഫിൽറ്ററിനകത്തൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇത് വന്നത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്ന തേമാനമൊക്കെ വന്ന ചെറിയ ഓയിലിനകത്ത് വന്ന പിസർ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റോർ ആവുക. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ വന്നതാണ്. ഓയിൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ സ്ക്രീൻ ഫിൽറ്റർ അതിന് ചെറുതായിട്ട് 1-2 അഴുക്കൊക്കെ കിടക്കണമെന്നല്ലാണ്ട് വേറൊരു കംപ്ലയിൻറ്റ് മേജർ കംപ്ലയിൻ്റ് ഒന്നുമില്ല, വേറെ മേജർ ബ്ലോക്കും ഇല്ല. അപ്പോൾ നമ്മളതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ ഫിൽറ്റർ ക്ലീനിങ് വരുന്നില്ല, നമ്മളത് അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ അത് എടുത്ത് പറഞ്ഞേക്കണോണ്ട് നമ്മളത് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഏകദേശം ഒരു 99% തീർന്ന് നിൽക്കണം കേട്ടോ. ഏകദേശം ഇതാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ വന്നിട്ട് ഏകദേശം അതിൻ്റെ ഏറ്റവും എൻഡിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പരമാവധി. അതായത് ഇപ്പോൾ കൈയോടത് മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. ഇതല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക് പാഡ് തീർന്നിട്ട് ഈ മെറ്റൽ കയറിയിട്ട് ഡിസ്ക് പ്ലേറ്റുമേക്ക് പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിസ്ക് പ്ലേറ്റ് അടക്കം ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കയറി പിടിച്ച് ഉറപ്പായിട്ട് അത് സ്ക്രാച്ച് വരും. പിന്നെ നമുക്ക് ആ സൗണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ അസംബ്ലി ചില സമയങ്ങളിലൊരു കല്ലപ്പ് പോലെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലിലേക്ക് വന്ന വണ്ടികൾക്ക് ഒട്ടുമിക്കതിനുണ്ട്. ഇതിൻ്റെ MC റിപ്പയർ കിറ്റ് വരാം. അതിൻ്റെ ഉള്ളിൽ വന്ന MC സബിൻ്റെ റിപ്പയർ കിറ്റ് വന്നത് മെറ്റൽ ടൈപ്പാണ്. പഴയ മോഡൽ വണ്ടികൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വരാം, ഇത് മെറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമാണ് കാണിക്കുക. അത് മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡിയാവും. ഇനി നേരെ മറിച്ച് MC സബിന് ചെറിയ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റിന് തേമാന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതും കൂടി മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അത് അഴിച്ചാൽ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അതിൻ്റെ റിപ്പയർ കിറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 400-450 രൂപ അടുത്തെന്തോ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിപ്പയറിങ് ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങൾ ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും. അതായത് താഴേക്ക് വരുമ്പോൾ മുകളിൽ ഈ യൂണിറ്റ് അഴിക്കണം, താഴെ വരുമ്പോഴത്തേക്കും കാലിപ്പർ അസംബ്ലിയും കൂടി അഴിച്ചിട്ട് പിസ്റ്റൻ്റെ ഭാഗമൊക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ റിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അത് 100% പെർഫെക്ഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല. ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. അപ്പോൾ അതും കൂടിയും ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താണ്. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയർ അതിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്.
പിന്നെ നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ ബെയറിങ്ങിൻ്റെ ഒരു ലൂസ് വന്നിട്ട് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഗട്ടറിലേക്കൊക്കെ ചാടുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ ഈ ഭാഗത്തു നിന്ന് ചെറിയൊരു ഇളക്കം പോലെ വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ടൈപ്പ് ബെയറിംഗ് ആണ് നമുക്ക് വരാം. അപ്പോൾ ബൈക്കും എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ. അപ്പോൾ നിലവിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഹാൻഡിൽ കൂടുതൽ ടൈറ്റ് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ഒന്നുമല്ല അതേ സ്ഥിതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഇനി അതല്ല കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാലും മതി. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ തന്നെ അഴിച്ചിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് പാടി ഫുൾ സെറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അതിനും മാത്രം മോശാവസ്ഥയിലേക്ക് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ 100% പെർഫെക്ഷനാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് അഴിച്ചിട്ട് കോൺസെപ്റ്റ് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യുക. അപ്പോഴാണ് അത് 100% ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുള്ളതിൻ്റെ ഏകദേശം ഒരു സർവീസിൻ്റേതായിട്ടുള്ളൊരു വർക്കുകൾ, മെയിൻ്റനൻസ് വർക്കുകൾ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിന് പുറമെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് വരുന്നുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാതെ അഴിച്ച് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതടക്കം ഒരു എസ്റ്റിമേറ്റ് ആക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വർക്കുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. എന്ത് ചിലവ് വരുമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ.